ക്രാക്കർ ഉണ്ടാക്കുന്ന കൂടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലത്തൊക്കെ കയറിയുമ്പോൾ നമ്മൾ പൊട്ടില്ലേ, ഇതാണ് നമ്മുടെ ക്രാക്കർ. അപ്പോൾ എന്താ എറിഞ്ഞ് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ജെഫോട്ടേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കൂടി എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ക്രാക്കർ ഉണ്ടാക്കുന്ന കൂടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലത്തൊക്കെ കയറിയുമ്പോൾ നമ്മൾ പൊട്ടില്ലേ, ഇതാണ് നമ്മുടെ ക്രാക്കർ. അപ്പോൾ എന്താ എറിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്ക് പോകാം. വീഡിയോക്ക് ഒന്നും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടപ്പോൾ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അധികം പറഞ്ഞ് പോരാടിക്കില്ല, നേരെ വീഡിയോക്ക് വിടാം. അപ്പോൾ മച്ചാവരെ നമ്മുടെ ക്രാക്കർ ഉണ്ടാക്കേണ്ട സാധ്യത ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു പ്ലെയറാണ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ 2 തീപ്പെട്ടി ആവശ്യമുണ്ട്. പിന്നെ ഒരു ബ്ലേഡ് വേണം, നമുക്ക് ചൈന ബ്ലേഡ് വേണം. പിന്നെ നമുക്കൊരു അലുമിനിയം ഫോയിൽ വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളർ പേപ്പർ വേണം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോ തുടങ്ങാം. അപ്പോൾ മച്ചാന്മാരെ നമുക്കിപ്പോൾ ആദ്യം വേണ്ടി നമുക്കൊരു തീപ്പെട്ടിയാണ്. അപ്പോൾ നമ്മൾ തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഇതൊക്കെ തുറന്നു കൊടുക്കാം. തുറന്നതിന് ശേഷം ഈ കൊള്ളിയൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ 3 തീപ്പെട്ടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തീപ്പെട്ടിയിൽ ഈ മരുന്നൊരു പേപ്പറിലേക്ക് നമുക്ക് എടുക്കാം. അതിന് നമ്മൾ പ്ലെയർ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമ്മളിപ്പോൾ ആകെ 3 തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയിട്ടുണ്ട്. ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു കത്തി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മച്ചാന്മാരെ ഇത് ഏകദേശം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തീപ്പെട്ടിയുടെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പൊടി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ വേറൊരു കടലാസ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പൊടി ഉരച്ചെടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചതിന് ശേഷമാണ് ഇത് കുറച്ചെടുക്കുന്നത്. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ 2 മരുന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ 2 മരുന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് കൊട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ബ്ലേഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സംഗതി ഇതൊന്ന് കത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അപ്പോൾ മെല്ലെ മിക്സ് ചെയ്യണം. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ നമ്മളിത് 2 മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളാരങ്കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളാരങ്കല്ല് നമ്മളൊരു അലുമിനിയം ഫോയിൽ ഇട്ടതിന് ശേഷം നമ്മളൊരു ഇതുപോലെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അതിൽ കുറച്ച് വെള്ളാരങ്കല്ല് ഇട്ടതിന് ശേഷം കുറച്ച് മരുന്ന് കുറച്ചിട്ടാൽ മതി. മരുന്നിട്ട് കൊടുക്കുക. കൊണ്ട് 2 വെള്ളാരങ്കല്ല് കൂടി എടുത്തിടുക. അതിനുശേഷം ഇത് ചുരുട്ടി കൊടുക്കാം നമുക്ക്. നമ്മൾ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കൊടുക്കുക. ഇനി നമ്മുടെ കളർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്രാക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മരുന്ന് കുറച്ചെടുത്തിടാം. അതിന് ശേഷം കുറച്ച് വെള്ളാരങ്കല്ല് നമ്മൾ അതിലേക്ക് എടുത്തിടാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം.
മച്ചാമര അപ്പം മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കി വെക്കാം. ഇത് നോക്കുകയാണ്. അപ്പം നമ്മൾ അറിഞ്ഞു നോക്കാം. അപ്പോൾ മച്ചാമരയിലേക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടപ്പോൾ തന്നെ ബെൽ ബട്ടൺ നിൽക്കുക. ഞങ്ങളിടുന്ന വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.